മാതാ പിതാ ഗുരു ദൈവം അച്ഛനെ രണ്ടാമതാക്കിയിരിക്കുകയാണല്ലോ. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഈ റിസർവേഷൻ കോട്ടയില് ദൈവം അങ്ങ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുക. എന്റെ അച്ഛനെ ചുരുട്ടി വലിക്കാനുള്ള സമയമായി. സുപ്രഭാതം അച്ഛാ. എടാ, ഞാൻ നിന്റെ അച്ഛനോ? നിന്നെ കണ്ട എന്റെ വെല്ലച്ചന്റെ കൂട്ടുണ്ടറാ. ആ ചുരുട്ടങ്ങോട്ട് കൊടുക്കൂ. വേറെ ഒരു നിവൃത്തിയില്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ അച്ഛന്റെ കണ്ണാ നിനക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിന്നെ ഇപ്പൊ അച്ഛനായിട്ടാ കാണുന്നത്. ഇപ്പൊ നീ ചുരുട്ട് വലിച്ചില്ലെങ്കിലുണ്ടല്ലോ, എന്റെ അച്ഛൻ എന്താ ചുരുട്ട് വലിക്കാത്തതെന്ന് സംശയം തോന്നിയാൽ അപ്പൊ കൊന്നുകളയും നിന്നെ. സിഗരറ്റ് പോലും വലിക്കാറിയാത്ത എന്നോട് ചുരുട്ടാണോടാ വലിക്കാൻ പറയുന്നത്? പന്നി. എന്റെ അച്ഛന് വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്ക്. എന്റെ തലയിലെഴുത്ത്. എടാ നാഗരാജൻ, ഇന്നെങ്കിലും മനുഷ്യന്മാര് കഴിക്കുന്ന പോലെ ഇഡ്ഡലിയോ ദോശയോ പൊങ്കലോ അങ്ങനെ എന്തെങ്കിലും താടാ. ഞാൻ പ്യൂർ വെജിറ്റേറിയൻ ആടാ. നിന്റെ കാല് വേണേ പിടിക്കാം. ആണോ? എന്നാ ഈ ചിക്കൻ വേഗം എടുത്ത് വിഴുങ്ങിക്കോ. അച്ഛാ, അച്ഛന്റെ ഗേൾ ഫ്രണ്ട്സ് വന്നോണ്ടിരിക്കുകയാണ്. ഏയ്, അച്ഛൻ ബിസ്ലറി കുടിക്കാറില്ല. വേറെന്താ കുടിക്കുക? കഴിക്ക്. നിന്നെ കണ്ട എന്റെ മുത്തശ്ശിയെ പോലെ ഉണ്ട്. നീ നിന്റെ മാമാന്ന് വിളിക്കുന്നത്? പിടിച്ച് നെക്കല്ലേടി പന്നി. നിനക്കാണെങ്കിൽ ചെറുപ്പക്കാരി നല്ല ഗേൾ ഫ്രണ്ട്സ്. എനിക്ക് ഈ കിഴവുകളുടെ കൂട്ടാണോടാ? നിന്റെ കണ്ണുകൾക്കെല്ലാം ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവുണ്ട്. അച്ഛന്റെ ടേസ്റ്റ് ആണ് അച്ഛാ, ടേസ്റ്റ്. മൈരി ടേസ്റ്റ് ആണ്. ഹായ് രാം. നിന്റെ ബാച്ചിലുള്ള എല്ലാരെയും എനിക്കറിയാം. എന്നോടൊപ്പം ഫ്രണ്ട്ഷിപ്പ് വെച്ചൂടെ? സോറി, ഓ, എനിക്ക് പെണ്ണുങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് ഇല്ല. എക്സ്ക്യൂസ് മീ, അബിയോട് ഇനി വെള്ളം അടിക്കരുതെന്ന് പറയണം. അത് ഹെൽത്തിന് നല്ലതല്ല. ഐ മീൻ എൻ്റെ ഹെൽത്തിന്. ഓക്കെ? ഇതിനൊന്നും ഒരു കുറവുമില്ല. ഇവളെന്താടാ ഓസ്കറിന് പോകുന്ന പോലെ അഭിനയിക്കുന്നത്? ഒരു കാര്യം ശരിയാ, നീ ഇവളെ കെട്ടിയാലുണ്ടല്ലോ, 1 മണിക്കൂറിൽ കൂടുതൽ ഇവളുടെ കൂടെ നീ ജീവിക്കില്ല. ഹായ് ഡൂഡ്. എടാ എടാ എടാ, എന്താടാ ഇതൊക്കെ? ഇത് നമ്മുടെ വീട്ടിലെ ഹോം തിയേറ്റർ അല്ലടാ, പബ്ലിക് സിനിമ തിയേറ്റർ ആടാ ഇത്. ഞാൻ മാനേജറും. എടാ, മെനിഞ്ഞാന്ന് കണ്ടത് ഇവരല്ലല്ലോ. അവർ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആണ് ഡൂഡ്. അപ്പൊ ഇന്നലെയോ? ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സ്. അപ്പൊ ഇന്ന് ട്വിറ്റർ ഫ്രണ്ട്സ്. എടാ മോനെ, നിനക്ക് ഗേൾ ഫ്രണ്ട്സിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഡിഫറെന്റ് ആപ്പ് ഉണ്ടാക്കണോടാ, ആപ്പ്. ഹാപ്പി ഫാദേഴ്സ് ഡേ ഡാഡ്. ഗിവ് മീ എ ഫ്ലൈയിങ് ഹഗ്. എടാ വിടടാ, ഇന്നെങ്ങനെയാടാ ഫാദേഴ്സ് ഡേ വന്നത്? ഫാദറുള്ള എല്ലാ കുട്ടികൾക്കും ഡെയിലി ഫാദേഴ്സ് ഡേ ആണെന്ന് കെ പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെയാണോ പറഞ്ഞേ? ഇടയ്ക്കിടക്ക് പണം എടുക്ക്. അഭിസാബ് പ്രണയത്തിൽ വീണ് പറഞ്ഞു കൊടുക്കടി. ഒരു പയ്യൻ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ തുടങ്ങിയെന്ന് വെച്ചോ, നാട്ടിലുള്ള മൊത്തം പൈസയും തികയില്ല. രാമുനി കാര്യം അറിയോ? എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളോടല്ലേ പറയാറുള്ളത്. ശരി, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ അത്? ഒന്ന് ആ സ്ക്രീനിലേക്ക് നോക്കും മോനെ. അച്ഛാ, എന്താ? ഞാനൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ അത്? 1000 ആണുങ്ങളില് 999 ആണുങ്ങളെ കല്യാണം കഴിച്ചിട്ട് ജീവിതത്തിലെ പാതാളത്തിലേക്ക് വീഴ്ന്നിരിക്കുന്നു. പക്ഷെ ഒരാൾ മാത്രം കല്യാണം കഴിക്കാതെ അബ്ദുൽ കലാം ആയിരിക്കുന്നു. രത്തൻ ടാറ്റയായി, അടൽ ബിഹാരി വാജ്പേയി, യോഗി ആദിത്യനാഥായി. അവരോടൊപ്പം ഞാനും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. സിദ്ധാർത്ഥൻ വീട്ടിൽ നിന്ന് പുറത്തു പോയതും ഗൗതമ ബുദ്ധയായി മാറി. രേമറെഡ്ഡി വീട്ടിൽ നിന്ന് പോയിട്ട് വേമണ്ണനായി. ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഹിമാലയത്തിലേക്ക് പോവാന്ന് വിചാരിക്കുന്നു. ഗുരുകുലങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നു. ഞാൻ എൻ്റെ ജീവിതം അവിടെയാണ് തുടരാൻ പോകുന്നത്. ബ്രഹ്മചര്യം ഫോളോ ചെയ്യാൻ വേണ്ടി മഠത്തിലേക്ക് പോകുന്നു. അച്ഛാ, എന്നെ അനുഗ്രഹിക്കണം.